നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യം ചെയ്തിരുന്നു. അതായത് നവോത്ഥാന നായകരുടെ ഒരു ക്വസ്റ്റ്യനാണ്. അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ. കടത്തനാടൻ സിംഹം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കുറുളി ചേകോൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിങ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും കടത്തനാട് രാജാവിൻ്റെയും അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടിയ വടക്കേ മലബാറിലെ വടകരയിൽ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തീയ പോരാളിയായിരുന്നു കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കുറുളി ചേകോൻ. ഇനി അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. സിംഹള സിംഹം സി കേശവനാണ്. കേശവൻ. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ. സിംഹള സിംഹം സി കേശവൻ. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? പാവങ്ങളുടെ പടത്തലവൻ AKG ആണ്. AKG. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹമാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. എന്ന് അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിലാണ് വിശേഷിപ്പിച്ചത്? മനുഷ്യകഥാനുഗായികൾ അതിലാണ് വിശേഷിപ്പിച്ചത്. ഇനി ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെയാണ് വിശേഷിപ്പിച്ചത്. അതാരാണ്? സരോജിനി നായിഡു ആണ് വിശേഷിപ്പിച്ചത്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് ആരാണ്? ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് ഡോക്ടർ പൽപു. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? റിട്ടി ലൂക്കോസ്. ഇനി കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചു. അത് ഡോക്ടർ പൽപുവാണ്. അപ്പോൾ ഡോക്ടർ പൽപുവിന് 2 പേരുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി സരോജിനി നായിഡു വിളിച്ചു. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് റിട്ടി ലൂക്കോസും വിളിച്ചു. അദ്ദേഹം കുമാരനാശാനെ ഡോക്ടർ പൽപു വിളിച്ചത് ചിന്നസ്വാമി. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. അതാരാണ്? ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. പുലയരുടെ അയ്യപ്പൻ ആരായിരുന്നു? കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അപ്പം അതുപോലെ ഓരോന്നും കണക്ട് ചെയ്ത് പഠിക്കുക. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് EK നയനാർ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് EK നയനാരാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീ അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയും അയ്യങ്കാളിയാണ്. അപ്പം അയ്യങ്കാളിയുടെ കാര്യം എന്തൊക്കെയാണ്? ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്നു. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് EK നയനാരാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പം അത്രയാണ് അയ്യങ്കാളിയുടേത്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദൻ. VK ഗുരുക്കൾ എന്നറിയപ്പെട്ടത് ആരാണ്? VK ഗുരുക്കൾ അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെട്ടത് വാഗ്ഭടാനന്ദൻ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗി. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ.
അദ്ദേഹം തന്നെയാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നും അറിയപ്പെട്ടത്. തൈക്കാട് അയ്യ എന്തൊക്കെ അറിയപ്പെട്ടു? ശിവരാജയോഗി. അതുപോലെ എന്തൊക്കെ പേരിൽ അറിയപ്പെട്ടു? ഗുരുക്കന്മാരുടെ ഗുരു. ഹഠയോഗോപദേഷ്ട എന്നറിയപ്പെട്ടതും തൈക്കാട് അയ്യയായിരുന്നു. അദ്ദേഹത്തെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത് സൂപ്രണ്ട് അയ്യ എന്നായിരുന്നു. സൂപ്രണ്ട് അയ്യ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ GP പിള്ള. അപ്പോൾ ഇവിടെ മാറിപ്പോവാതെ പഠിക്കുക. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ GP പിള്ള. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാബായ് നവറോജി. അപ്പോൾ ഈ മൂന്നെണ്ണവും മാറിപ്പോകാതെ പഠിക്കുക. യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് MC ജോസഫിനെ വിശേഷിപ്പിച്ചു. MC ജോസഫിനെയാണ് യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചത്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. മലങ്കര പള്ളികളുടെ ലൂഥർ എന്നറിയപ്പെടുന്ന വ്യക്തി. മലങ്കര പള്ളികളുടെ ലൂഥർ പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ. വക്കം മൗലവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. മക്തി തങ്ങളുടെ ഗുരുവായിരുന്ന പ്രമുഖ മുസ്ലിം നവോത്ഥാന നായകനാണ് വെളിയംകോട് ഉമർ ഖാസി. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിത അക്കമ്മ ചെറിയൻ. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി അക്കമ്മ ചെറിയൻ. കേരളത്തിൻ്റെ ഝാൻസി റാണി അനി മസ്ക്രീൻ. കേസരി, വജ്രസൂചി, വജ്രബാഹു എന്നീ തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു. കേസരി, വജ്രസൂചി, വജ്രബാഹു എന്നൊക്കെ അറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ CK കുമാരപ്പണിക്കർ. സാമുദായോത്തേജകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് C കൃഷ്ണപിള്ളയാണ് സാമുദായോത്തേജകൻ എന്നറിയപ്പെടുന്നത്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി. ചാവറ കുര്യാക്കോസ് ഏലിയാസ്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ശ്രീശങ്കരൻ. സിംഹളൻ എന്നറിയപ്പെടുന്നത് CV കുഞ്ഞിരാമൻ. സിംഹളസിംഹം എന്നറിയപ്പെടുന്നത് C കേശവൻ. വേദബന്ധു എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ വെങ്കിടാചലം. ഇത്രയാണ് ഓരോ നവോത്ഥാന നായകരും അവരുടെ പ്രധാന വിശേഷണങ്ങളും. ഇതിൽ കൊടുക്കാത്ത വേറെ ഏതെങ്കിലും വിശേഷണങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രിലിമിൻസിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാമിന് മുന്നേ ഈ ഒരു വീഡിയോ കൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.